ലോകത്തെ ആകമാനം ആശങ്കയിലാഴ്ത്തുന്ന ഇറാൻ അമേരിക്ക സംഘർഷത്തിന് അവസാനമാകുന്നു എന്നാണ് പുതിയ സൂചനകൾ. അടുത്ത മണിക്കൂറുകളിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ന്യൂഡൽഹിയിൽ എത്തിയ മാർക്കോ റൂബിയോ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ചർച്ച നടത്തിയ ശേഷമാണ് റൂബിയോ മാധ്യമങ്ങളെ കണ്ടത്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ പുരോഗതി ഉണ്ടായതായി റൂബിയോ പറയുന്നു. അടുത്തു തന്നെ ആ ശുഭവാർത്ത കേൾക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതായിരിക്കും ഈ പുതിയ സമാധാന കരാർ എന്നും റൂബിയോ പറഞ്ഞു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്ന രീതിയിലാകും പുതിയ സമാധാന കരാർ എന്നാണ് റൂബിയോ പറയുന്നത്. ഇറാനെതിരെ ഗുരുതര ആരോപണങ്ങളും റൂബിയോ ഉന്നയിച്ചു. ലോകത്ത് ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നതിൽ മുന്നിൽ ഇറാനാണെന്നാണ് റൂബിയോയുടെ ആരോപണം. ഇറാൻ പണം ചെലവഴിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ വേണ്ടിയല്ല, ഹിസ്ബുള്ളക്കും ഹമാസിനും വേണ്ടിയാണെന്നും റൂബിയോ പറയുന്നു. ഹിസ്ബുള്ളയും ഹമാസും ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ചർച്ചയിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നതിനിടയിലും ഇറാന് ആണവായുധം കൈവശം വെക്കാനാകില്ലെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇറാന്റെ ആണവായുധത്തെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ ഒട്ടും ഭയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന കരാർ അന്തിമ ഘട്ടത്തിലാണെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം വരുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയുടെ അനുമതി ഇല്ലാതെ ഒരു തീരുമാനവും എടുക്കില്ലെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലുള്ള ഏതൊരു പ്രസ്താവനയും വിശകലനവും നിലപാടും ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ തുണക്കുന്നതിന് തുല്യമാണെന്ന് പെസഷ്കിയാൻ പറഞ്ഞതായി തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പരമോന്നത നേതാവിന്റെ അനുമതി ഇല്ലാതെയോ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ നിരീക്ഷണം ഇല്ലാതെയോ ഒരു തീരുമാനവും കൈക്കൊള്ളില്ലെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കി. അതിനിടെ പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ഉയർന്ന അളവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു. മാസങ്ങളായി തുടരുന്ന അമേരിക്കൻ ഇസ്രയേൽ ഇറാൻ സംഘർഷവും അതിനെ തുടർന്നുണ്ടായ ഹോർമുസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പരിഹരിക്കാൻ ഇറാന്റെ തീരുമാനം വഴിയൊരുക്കുമെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അളവിലുള്ള യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. യുറേനിയം വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇറാനെ താക്കീത് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ ഉടമ്പടിയിൽ ആണവായുധങ്ങൾ ഒരിക്കലും വികസിപ്പിക്കില്ല എന്നും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും ഉയർന്ന അളവിലുള്ള യുറേനിയം ശേഖരം നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുമെന്നും ഇറാൻ സമ്മതം പ്രകടിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 60 ദിവസത്തെ വെടിനിർത്തൽ നീട്ടി നൽകുന്നതിലൂടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഇറാന് എണ്ണ സ്വതന്ത്രമായി വിൽക്കാനുള്ള അനുമതി തിരികെ ലഭിക്കുമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്നും റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് ആക്സിയോസും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് ട്രംപിന്റെ ഈ വാദങ്ങളെല്ലാം തള്ളിപ്പറയുകയാണ്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിയല്ല എന്നും ഫാർസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസിയും യുറേനിയം കൈമാറ്റത്തിന്റെ വാർത്ത നിഷേധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.